വീണുടയുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ ഉണരുന്നത്. രാത്രി ഏറെ ഇരട്ടിയിരുന്നു. ഒരു ഭയപ്പാടോടെ കയ്യിലുള്ള ടോർച്ചിന്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ അങ്ങോട്ടേക്ക് നടന്നു. പെട്ടെന്നാണ് എന്തോ ശക്തിയിൽ അവളുടെ തലയിൽ വന്ന് പതിച്ചത്. ഒന്ന് അലറാൻ പോലും ആയില്ല. ഒരു പിടച്ചിലോടെ അവൾ നിലത്തേക്ക് പതിച്ചു. പിന്നെ തന്റെ ദേഹത്തു നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു മാറുന്നതാണ് അവൾ അറിഞ്ഞത്. കണ്ണെന്ന് തുറക്കാൻ പോലും സാധിക്കാതെ മരണവേദനയിൽ അവൾ കിടന്നു പുളഞ്ഞുകൊണ്ടേയിരുന്നു. നഗ്നയായി. ആരോ തന്റെ ദേഹത്താകെ തൊടുന്നതും തലോടുന്നതും പിടിച്ച് ഞെരിക്കുന്നതും അവൾ അറിയുന്നുണ്ട്. പക്ഷേ ഒന്ന് എതിർക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും അവളെ കൊണ്ട് സാധിക്കുന്നില്ല. മെല്ലെ മെല്ലെ മരണത്തിന്റെ കാണാക്കയത്തിലേക്ക് അവൾ വഴുതി വീഴുമ്പോഴും ആ നരാധമൻ അവളിലെ പിടിവിട്ടില്ല. രതിസുഖത്തിൽ മതി മറന്നുകൊണ്ട് അവളിലേക്ക് അയാൾ വീണ്ടും വീണ്ടും പടർന്നു കയറി. അവളുടെ മരണവേദന അയാളെ കൂടുതൽ ഉന്മാദനാക്കുകയാണ് ചെയ്തത്. അവളിലെ ഓരോ അണുവിനെയും ഞെരിച്ചുടച്ചുകൊണ്ട് അയാൾ അവളെ ഭോഗിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തളർന്ന് അവളിലേക്ക് വീഴുമ്പോൾ പാതി തുറന്നിരിക്കുന്ന അവളുടെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ രക്തക്കറ പറ്റിയ ആ മാല അയാൾ പറിച്ചെടുത്തു. കയ്യിലും കാതിലും അവശേഷിച്ച് പൊന്നുകൂടി പറിച്ചെടുത്ത് ആ മുണ്ടൊന്ന് മുറുക്കിക്കെട്ടി അടുത്ത ഇരയെയും തേടി അയാൾ ഇറങ്ങി. എന്നാൽ അയാൾ അറിഞ്ഞിരുന്നില്ല, ഒരു ചുമരിനിപ്പുറത്ത് കരഞ്ഞു തളർന്ന കുഞ്ഞി കണ്ണുകളോടെ ആ നരവേട്ട അവസാനിപ്പിക്കുവാനായി ഒരാൾ പതുങ്ങിയിരുന്നുവെന്ന്. അതെ, അതോടെ തെളിഞ്ഞത് ദക്ഷിണേന്ത്യയെ തന്നെ വിറപ്പിച്ച റിപ്പർ കൊലപാതകങ്ങളുടെ കെട്ടുപിടഞ്ഞു കിടന്ന കാണാപ്പുറങ്ങളായിരുന്നു. മാർക്കോ സിനിമയിലെ വയലൻസും അനിമൽ സിനിമയിലെ വയലൻസും ഒക്കെ നമ്മളെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുമപ്പുറം യഥാർത്ഥ ജീവിതത്തിൽ ഒരു രാജ്യത്തെ തന്നെ വിറപ്പിച്ച കൊടും ക്രൂരനായ ഇരുട്ടിന്റെ മരണദൂതന്റെ കഥയാണിത്. ജീവനത്തെ ശരീരത്തെ പോലും കാമാസക്തിയോടെ വേട്ടയാടുന്ന, സ്വന്തം അമ്മയെപ്പോലും വേട്ടയാടുന്ന, കേരളം കണ്ടിട്ടുള്ളതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും വലിയ ക്രിമിനലിന്റെ കഥ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ പോലും 1980കളിലെ രാത്രികളും പകലുകളും ഭയപ്പെട്ട് കഴിഞ്ഞത് ഒരൊറ്റ പേരിന്റെ പുറത്താണ്. അതാണ് റിപ്പർ ചന്ദ്രൻ. മുതുകുറ്റി ചന്ദ്രനിൽ നിന്നും അയാൾ എങ്ങനെ റിപ്പർ ചന്ദ്രനായി? അതിനുള്ള ഉത്തരം തേടുകയാണ് ഈ കഥയിലൂടെ. എല്ലാത്തിന്റെയും തുടക്കം അന്നായിരുന്നു, കാസർഗോഡ് നടന്ന ആ കൊലയിലൂടെ. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിനടുത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീ തലക്കടിയേറ്റ് കൊല്ലപ്പെടുന്നു. ആ വാർത്തയെന്ന് അവിടെ ആകെ പറന്നപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് നാട്ടുകാരും പോലീസും വിധിയെഴുതി. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന കാര്യം പോലീസിനും നാട്ടുകാർക്കും മനസ്സിലായത് സമാനമായ രീതിയിൽ വീണ്ടും 1-2 കൊലകൾ കൂടി സംഭവിച്ചപ്പോഴാണ്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മാരക ആയുധവുമായി കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു ആ കൊലയാളിയുടെ രീതി. ആക്രമണ രീതിയിലെ സാമ്യതകൾ ഇതെല്ലാം ഒരാൾ ചെയ്തതാണ് എന്ന നിഗമനത്തിൽ എത്തിയതല്ലാതെ പോലീസിന് മറ്റൊന്നും അയാളെക്കുറിച്ച് കണ്ടെത്താനായതേയില്ല. ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്ന ഒരു മായാജാലക്കാരനാണ് അയാൾ എന്ന കെട്ടുകഥകൾ നാടൊട്ടുക്ക് പ്രചരിച്ചു. അയാളെക്കുറിച്ചുള്ള വാർത്തകളും ലേഖനങ്ങളും പത്രങ്ങളിൽ പതിവായി. ഇരകളുടെ തലയോട്ട് തകർത്ത് കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന 19ാം നൂറ്റാണ്ടിൽ ലണ്ടൻ നഗരത്തെ തന്നെ വിറപ്പിച്ച സീരിയൽ കില്ലർ ജാക്ക് ദി റിപ്പറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പത്രങ്ങളിൽ ഒരുപാട് ലേഖനങ്ങൾ വന്നു. അങ്ങനെ ആ കൊലയാളിക്ക് ഒരു പേരും ലഭിച്ചു, റിപ്പർ. റിപ്പറിന് ഭയന്ന ആളുകളുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. 4 ആൾ കൂടുന്നിടത്ത് റിപ്പർ ഒരു ചർച്ചാ വിഷയമായി മാറി. റിപ്പർ കാരണം സൂര്യാസ്തമയത്തെ ഒരു ഭയത്തോടെ എല്ലാവരും നോക്കിക്കണ്ടു. ഇരുട്ടിൽ നിന്ന് ഏത് നിമിഷവും റിപ്പർ ചാടി വരുമെന്ന് അവർ ഭയന്നു. 12 കൊലപാതകങ്ങൾ നടന്നിട്ടും ആരാണ് റിപ്പർ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയിരുന്നില്ല. മഞ്ചേശ്വരം ബംഗാരയിലെ പാണ്ഡെ, ഭാര്യ പുഷ്പ, ജോലിക്കാരൻ അനന്തൻ, ചിത്താരിയിലെ മണി, കുഡ്ലു ചാവുകോളിയിലെ പുഷ്പ, ബന്ധു ഗോപാലകൃഷ്ണ, ചാമുണ്ടിക്കുന്നിലെ കുട്ടിൽ, മഞ്ചേശ്വരം ഓമഞ്ചൂരിലെ നരസപ്പ ഹാണ്ഡെ, ജോലിക്കാരൻ വിശ്വനാഥൻ, കർണാടക ഹാംചിയിലെ ബാലൻ, ഹരിയടുക്കിലെ കമല, പറശ്ശിനിക്കടവിലെ ഒരു സ്ത്രീ തുടങ്ങി 14 പേരാണ് ചന്ദ്രന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാത്രികാലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. സംശയം തോന്നുന്ന പലരെയും പോലീസ് ചോദ്യം ചെയ്യുകയും വിരലടയാളം ശേഖരിക്കാനും തീരുമാനിച്ചു. ആയിടയ്ക്ക്
തളിപ്പറമ്പ് പോലീസ് സംശയം തോന്നിയ ചിലരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും വിരലടയാളം ശേഖരിക്കാനും തുടങ്ങി. അപ്പോൾ തന്നെ ആയിരുന്നു അവിടെ അടുത്ത് നടന്ന ഒരു സമരത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ചില രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റേഷനിൽ സ്ഥലം തികയാത്തത് കാരണം ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നവരുടെ കുറച്ചു പേരുടെ അഡ്രസ്സും വിരലടയാളവും മാത്രം സ്വീകരിച്ച് പോലീസ് അവരെയൊക്കെ വേഗം പറഞ്ഞു വിട്ടു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തളിപ്പറമ്പിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു. റിപ്പർ ആ വീട്ടിൽ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പിയിൽ നിന്ന് പോലീസ് ഫിംഗർ പ്രിന്റ് എടുത്തു. എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തു. ആ വിരലടയാളം പരിശോധിച്ച് തളിപ്പറമ്പ് പോലീസ് ഞെട്ടിത്തിരിച്ചു. കുറച്ചു മുന്നേ സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിൽ റിപ്പർ ഉണ്ടായിരുന്നു എന്ന സത്യം അവർ മനസ്സിലാക്കി. ശേഖരിച്ച വിരലടയാളത്തിന് നേരെയുള്ള ആ പേര് അവർ മന്ത്രിച്ചു: മുതുകുറ്റി ചന്ദ്രൻ. സ്വദേശം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കരിന്തളം. ആരാണ് ഈ മുതുകുറ്റി ചന്ദ്രൻ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് അവർ കരിന്തളത്തേക്ക് പുറപ്പെട്ടു. 1950 കരിന്തളത്ത് ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ചന്ദ്രന്റെ ജനനം. കള്ളിൽ ചേർക്കാനുള്ള കുരുന്ന് കാട്ടിൽ പോയി ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു ചന്ദ്രന്റെ കുടുംബം ജീവിച്ചു പോന്നിരുന്നത്. 10ാം വയസ്സിൽ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ചന്ദ്രൻ പഠിത്തം ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് പോകേണ്ടി വന്നു. അതീവ ധൈര്യശാലി ആയിരുന്നു ചന്ദ്രൻ. ഒന്ന് നടത്തുമെന്ന് പറഞ്ഞാൽ അത് നടത്താൻ വേണ്ടി അയാൾ കാണിക്കുന്ന ചങ്കൂറ്റം വല്ലാത്തൊരു സ്വഭാവമാണ് അയാൾക്ക്. അങ്ങനെയിരിക്കെ 14ാം വയസ്സിൽ നാട് വിട്ട് ചന്ദ്രൻ കർണാടകയിൽ ചെറുകിട മോഷണങ്ങളൊക്കെയായി ജീവിച്ചു പോന്നു. പിന്നീട് നാട്ടിൽ തിരിച്ചു വന്നുവെങ്കിലും സ്ഥിരതാമസം കർണാടകയിൽ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കാശുമായി നാട്ടിലെത്താറുള്ള ചന്ദ്രന് കർണാടകയിൽ ബിസിനസ് ആണെന്ന് നാട്ടിലുള്ളവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ കർണാടകയിൽ മോഷണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ചന്ദ്രൻ തിമ്മയ്യ എന്നൊരാളുമായി പരിചയപ്പെടുകയാണ്. ഇയാളായിരുന്നു പിന്നീട് കവർച്ചകളിലും കൊലപാതകങ്ങളിലും ചന്ദ്രന്റെ സഹായി. കവർച്ചകളിൽ നിന്നും ചെറുകിട കുറ്റകൃത്യങ്ങളിൽ നിന്നും ചന്ദ്രൻ റിപ്പർ മോഡൽ കൊലപാതകങ്ങളിലേക്ക് മാറുന്നത് 1985 സെപ്റ്റംബർ 10-നായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിന്റെ അടുത്ത് കൈന്താറിലെ രമണി ആയിരുന്നു ചന്ദ്രന്റെ ആദ്യത്തെ ഇര. തൊട്ടടുത്ത മാസം മഞ്ചേശ്വരത്തെ ബംഗാറയിൽ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചന്ദ്രൻ പിക്കാസ് കൊണ്ട് തലക്കടിച്ചു കൊന്നത്. ചിറ്റാരി, കുഡ്ലു, ചാമുണ്ടിക്കുന്ന്, കർണാടകയിലെ ഹാവഞ്ചി, ഹരിയടുക്ക എന്നിങ്ങനെ പലയിടങ്ങളിലായി 13 കൊലപാതകങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് ചന്ദ്രനെ പോലീസ് തിരിച്ചറിയുന്നത്. അന്ന് നായർ തന്റെ പാർട്ടിയിലെ യുവജനങ്ങളോട് സംഘം ചേർന്ന് ഇയാളെ പിടിക്കാൻ പറഞ്ഞതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇയാളൊരു നാടിന്റെ അല്ല സംസ്ഥാനത്തിന്റെ തന്നെ ഉറക്കം കെടുത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷെ എന്നിട്ടും ആർക്കും കാണാനോ കണ്ടെത്താനോ കഴിഞ്ഞതേയില്ല. രാത്രിയായിരുന്നു അയാളുടെ ഇഷ്ട സമയം. തല ചിന്നിച്ചിതറുമ്പോഴുള്ള ഞരക്കമായിരുന്നു അയാളെ കൂടുതൽ ഉന്മാദനാക്കിയത്. കൺമുന്നിൽ പിടയുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോഴായിരുന്നു അയാൾ ഏറ്റവും അധികം ആനന്ദവാനായിരുന്നത്. ഒരു സൈക്കോ വുമണൈസർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ സ്ത്രീകൾ മാത്രമുള്ള സമയമായിരുന്നു അയാൾ കൂടുതലും തിരഞ്ഞെടുത്തത്. വാതിൽ പൊളിച്ച് അകത്ത് കിടക്കുന്ന അയാൾ ഉറങ്ങിക്കിടക്കുന്ന തന്റെ ഇരയെ കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധം കൊണ്ട് തലക്കടിക്കുന്നു. ബോധത്തിന്റെയും അബോധത്തിന്റെയും ഞെരക്കത്തിൽ തന്റെ കാമം അടക്കി അയാൾ പുറകിലെ വാതിലിലൂടെ ഇരുട്ടിലേക്ക് മറയുന്നു. ശവശരീരത്തെ പോലും വെറുതെ വിടാതെ തന്റെ കാമാസക്തി അയാൾ തീർത്തു. നൈറ്റ് പട്രോളിങ്ങിന് പോകുന്ന പോലീസുകാരാകട്ടെ സ്വന്തം ഭാര്യമാരെ കൂടെ കൂട്ടുന്നത് പതിവാക്കിയിരുന്നു. സ്വന്തം കുടുംബത്തെ കൂടി ഇതിന്റെ ഇടയിൽ സംരക്ഷിക്കേണ്ട ഗതികേടാണ് കേരള പോലീസിന് അന്നുണ്ടായിരുന്നത്. കൈവെള്ളയിൽ നിന്നാണ് ചന്ദ്രനെ പലപ്പോഴും പോലീസിന് നഷ്ടപ്പെട്ടത്. അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ചന്ദ്രൻ ഒരു കൊലപാതകം കൂടി നടത്തി. 1986 ഫെബ്രുവരി 11-ന് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവിൽ നടത്തിയ ആക്രമണം ചന്ദ്രൻ നടത്തിയ അവസാനത്തെ കുറ്റകൃത്യമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 27-ന് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വെച്ച് ചന്ദ്രൻ പോലീസ് പിടിയിലാവുകയായിരുന്നു. അന്ന് കാഞ്ഞങ്ങാട് കോടതി മുറ്റത്ത് ആയിരങ്ങളാണ് തിങ്ങിക്കൂടിയത്. കാലങ്ങളായി തങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ കൊടും ക്രിമിനലിനെ കാണുവാനായി. കൈകാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അയാളെ പോലീസ് കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കി. പിറ്റേന്ന് പത്രത്തിൽ വന്ന ആ വാർത്ത മലബാറിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. 14 പേരെ തലക്കടിച്ചു കൊല്ലുകയും അതിനും എത്രയോ പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത റിപ്പർ ചന്ദ്രനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന്. ശിക്ഷ നടപ്പാക്കും മുമ്പ് അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് ചന്ദ്രൻ പറഞ്ഞതായി കരുണാകരൻ ഓർക്കുന്നു. വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ ചായ ആവശ്യപ്പെട്ടു. അതിൽ കുറച്ചു കുടിച്ചു. തുടർന്ന് ജയിലിലെ ഇടനാഴിയിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് ശാന്തനായി നടന്നു. കൈകൾ പിറകിലേക്ക് കെട്ടി
മുഖം മൂടി ധരിപ്പിച്ചു. തൂക്കിലേറ്റാൻ 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ റിപ്പർ ചന്ദ്രന്റെ ഹൃദയമിടിപ്പ് അരികിലുള്ളവർക്ക് കേൾക്കാമായിരുന്നു. അടുത്തു നിന്ന ഉദ്യോഗസ്ഥരുടെ നെഞ്ചിടിപ്പും കൂടിക്കൊണ്ടേയിരുന്നു. ആരും പരസ്പരം നോക്കുക പോലും ചെയ്തില്ല. കോടതി വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് സൂപ്രണ്ട് പറഞ്ഞു. പതിഞ്ഞ സ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു, "ഞാൻ തയ്യാറാണ് സാർ." ഇതായിരുന്നു ചന്ദ്രന്റെ അവസാന വാക്കുകൾ. പുലർച്ചെ കൃത്യം 4:55 ദക്ഷിണേന്ത്യയെ ഒട്ടാകെ വിറപ്പിച്ച ഇരുട്ടിന്റെ മരണദൂതനെ തൂക്കിലേറ്റി. എന്നാൽ ചന്ദ്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല. നാട്ടിൽ കൊണ്ടുപോയാൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഭയം സഹോദരൻ അറിയിച്ചു. മരിച്ച ചന്ദ്രനെയും ജനങ്ങൾക്ക് ഭയമായിരുന്നു. അങ്ങനെ ഒരു പൊതുശ്മശാനത്തിൽ അയാളെ അടക്കം ചെയ്തു. എന്നാലും ഇതുകൂടാതെ അയാളുടെ വധശിക്ഷയെ കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട്. അതായത് റിപ്പർ ചന്ദ്രനെ കോടതി പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. അനേകം കൊലപാതകങ്ങളിൽ മുഖ്യപ്രതിയായ ചന്ദ്രനെ അവസാനം പോലീസ് പിടികൂടി. കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹം എന്ത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: "എനിക്കെന്റെ അമ്മയെ കാണണം." ആ ആഗ്രഹം കോടതി സാധിച്ചും കൊടുത്തു. കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു. ആ പിടുത്തം മുറുകി. അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത്. പോലീസുകാർ ഓടി വന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും "നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും" എന്ന് മുതുകത്തടിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു, ഈ തള്ളയാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ വിലക്കാതെ എനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത്. കൂട്ടുകാരുടെ പേനയും പുസ്തകവും ഒക്കെ മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ്. അത് പിന്നീട് വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു. ഇതാണ് റിപ്പർ ചന്ദ്രന്റെ മറ്റൊരു കഥ. എന്തായാലും ഇതുപോലുള്ള ക്രൂരത അവിടെയൊന്നും അവസാനിച്ചതേയില്ല. ഇന്നും ദിവസേന ഓരോ പുലരിയും ആരംഭിക്കുന്നത് പലപ്പോഴും ഇത്തരം ക്രൂര കഥകളോടെയാണ്. എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും അറിയിക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.